നമുക്ക് വിവിധ ജില്ലകളിലേക്കായി അനേകം തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിലുള്ള ഒരു വെഹിക്കിൾ ഷോറൂമിലേക്കാണ്. ബ്രാഞ്ച് മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ണൂരിലുള്ള ഒരു എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ്. പ്ലേസ്മെൻറ്റ് മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കോട്ടക്കലിലൊരു വെഹിക്കിൾ ഷോറൂമിലേക്കാണ്. കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. സെയിം ഫേമിലേക്ക് തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട്. ഡിഗ്രി ഓർ +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയവർക്കും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നവർക്ക് 2 വീലർ വിത്ത് ലൈസൻസ് മസ്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് വന്നുള്ളത് അരീക്കോട് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ്. ഡിഗ്രി ഓർ +2 വിത്ത് ടാലി കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മറ്റൊരു വേക്കൻസി വന്നുള്ളത് തിരുവനന്തപുരത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്കാണ്. ഫില്ലിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നുള്ളത്. SSLC ക്വാളിഫിക്കേഷനുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വന്നുള്ളത് പെരിന്തൽമണ്ണയിലുള്ളൊരു സ്റ്റീൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ്. എസ്റ്റിമേഷൻ എഞ്ചിനീയർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. BTech ഓർ ഡിപ്ലോമ ഇൻ സിവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കോട്ടക്കലിലുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ഓർ +2 വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം ഫേമിലേക്ക് തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. ഈ പോസ്റ്റുകളിലേക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോടുള്ളൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്കാണ്. ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ആലുവ, പാലാരിവട്ടം, പത്തനംതിട്ട എന്നിവിടങ്ങളിലുള്ള ഇൻഷുറൻസ് കമ്പനികളിലേക്കാണ്. റിലേഷൻഷിപ്പ് മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ഇൻഷുറൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കാക്കനാട്ടിലൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്കാണ്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ഓർ +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഈ പോസ്റ്റിലേക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് വളാഞ്ചേരിയിലുള്ളൊരു ഓൺലൈൻ സർവീസ് സെൻറ്ററിലേക്കാണ്. ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. +2 വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 6 മന്തെങ്കിലും ഓൺലൈൻ സർവീസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് തിരൂരിലുള്ളൊരു 2 വീലർ ഷോറൂമിലേക്കാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ഓർ +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെയിം ഫേമിലേക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് റിസപ്ഷനിസ്റ്റ്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മറ്റൊരു വേക്കൻസി വന്നുള്ളതാണ് ടെലികോളർ. +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. മറ്റൊരു വേക്കൻസി വന്നുള്ളത് തൃശ്ശൂരിലുള്ളൊരു 2 വീലർ ഷോറൂമിലേക്കാണ്. മെക്കാനിക് വേക്കൻസിയാണ് വന്നുള്ളത്. ITI ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നുള്ളതാണ് ഫിനാൻസ് മാനേജർ. MCOM ഒരു CA ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വന്നുള്ളതാണ് സീനിയർ ഇൻറ്റീരിയർ ഡിസൈനർ. ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. ചുരുങ്ങിയത് 7 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. തേർഡ് വേക്കൻസിയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും മാർക്കറ്റിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫോർത്ത് വേക്കൻസിയാണ് പ്രോജക്റ്റ് കോർഡിനേറ്റർ. BTech ഒരു ഡിപ്ലോമ ഇൻ സിവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്. ചുരുങ്ങിയത് 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെയിം ഫേമിലേക്ക് തന്നെ സൈറ്റ് സൂപ്പർവൈസർ ട്രെയിനി വേക്കൻസിയോടെ വന്നിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ സിവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് നമുക്ക് വന്നുള്ളത് കോഴിക്കോടുള്ളൊരു ട്രാവൽസിലേക്കാണ്. ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത്.
ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ട്രാവൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബ്ബുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9895772266 or 9895337766.